നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മുഖ്യനും സോളാർ കുരുക്കിൽ. സോളാറിൽ മുഖ്യനെയും മന്ത്രി ആര്യാടനെയും കുരുക്കി സരിതയുടെ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 രൂപയും ആര്യാടന് 40 ലക്ഷവും കൊടുത്തു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡൽഹിയിൽ വെച്ച് പണം നൽകിയത് സഹായി തോമസ് കുരുവിളയുടെ കൈവശമെന്നും കമ്മീഷന് മുമ്പാകെ സരിത. ഉമ്മൻചാണ്ടിക്കു നൽകാൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജിക്കുമോൻ ആവശ്യപ്പെട്ടത് 7 കോടി. ആദ്യ ഗഡുവായി 1,90,00,000 കുരുവിളയ്ക്ക് നൽകിയത് 2012 ഡിസംബർ 27-ന്. ഡൽഹിയിലെ ഇടപാടിനു ശേഷം 80 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് കൈമാറിയെന്നും സരിത. തന്നെ നേരിൽ കണ്ടിട്ടുള്ളത് 3 തവണ മാത്രമെന്ന മുഖ്യമന്ത്രിയുടെ മൊഴി തള്ളി സരിതയുടെ പുതിയ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയുമായി നേരിട്ടും ഫോണിലും പലതവണ ബന്ധപ്പെട്ടു. തന്നെ വിളിക്കാൻ പറഞ്ഞ് മുഖ്യമന്ത്രി ജോപ്പന്റെയും ജിക്കുമോന്റെയും ഫോൺ നമ്പർ നൽകിയെന്നും സരിത. മൊഴികൾക്ക് മൂർച്ച കൂട്ടി. സോളാർ പദ്ധതിക്കായി മന്ത്രി ആര്യാടൻ മുഹമ്മദിന് 40 ലക്ഷം രൂപ കോഴ നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് സരിത എസ് നായർ. ആര്യാടനു വേണ്ടി PA കേശവൻ ആവശ്യപ്പെട്ടത് 2 കോടി രൂപ. പണം PAയ്ക്കു കൈമാറിയത് മന്ത്രിയുടെ സാന്നിധ്യത്തിലെന്നും മൊഴി. പദ്ധതി അംഗീകരിച്ചു കിട്ടാൻ നിവേദനം നൽകിയ തന്നോട് ആര്യാടനെ കാണാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി. സോളാർ പ്രോജക്ട് പരിഗണിക്കാൻ ആര്യാടന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നും വെളിപ്പെടുത്തൽ. കോഴ നൽകിയത് 25 ലക്ഷവും 15 ലക്ഷവും വീതം 2 ഗഡുക്കളായി. സരിതയുടെ മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ച് ഉമ്മൻചാണ്ടിയും ആര്യാടനും. സരിത പറയുന്നത് കേരളം വിശ്വസിക്കില്ലെന്ന് മുഖ്യമന്ത്രിയും സരിതയ്ക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആര്യാടനും. നാണം കെട്ട് തുടരരുത്. സോളാർ കുംഭകോണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമ്മൻചാണ്ടിയെന്ന് CPM. നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി. ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ ഇനിയും തുടരുന്നത് ജനങ്ങൾക്ക് അപമാനമെന്ന് VS. ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ നഗ്നനായി. മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ ഗവർണർ ഇടപെടണമെന്നും ആവശ്യം. സോളാർ കേസിൽ CBI അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നാളെ പുറത്തുവിടുമെന്ന് സരിതയുടെ ഭീഷണി. ശിവരാജൻ കമ്മീഷനു മുമ്പാകെ ഇന്ന് വെളിപ്പെടുത്തിയത് 10% കാര്യങ്ങൾ മാത്രം. തന്റേത് വിലപേശൽ തന്ത്രമല്ലെന്നും സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെയെന്നും സരിത. പ്രക്ഷോഭത്തിൽ സന്ധിയില്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ തുടരുന്ന പ്രതിഷേധത്തിന് വീണ്ടും മൂർച്ച. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയുടെയും ബണ്ടാരു ദത്താത്രേയുടെയും രാജി ആവശ്യത്തിൽ മാർച്ച് നടത്തിയ 60 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. അവധിയിൽ പ്രവേശിച്ച വൈസ് ചാൻസലർ P. അപ്പാറാവുവിനെ പുറത്താക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ. പട്ടികജാതി പീഡന നിരോധന വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത അപ്പാറാവുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരത്തിനും തുടർച്ച. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,525 രൂപ, പവൻ 20,200 രൂപ. വെള്ളി ഗ്രാമിന് 37.04 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.